ഇംഗ്ലീഷിൽ കോമൺ ആയി യൂസ് ചെയ്യേണ്ടി വരുന്ന പക്ഷേ നമുക്ക് പലപ്പോഴും കൺഫ്യൂഷനുള്ള അല്ലെങ്കിൽ നമ്മൾക്ക് കറക്റ്റായിട്ട് മീനിങ് അറിയില്ലാത്ത കുറച്ച് വാക്കുകൾ നമ്മൾ പഠിച്ചാലോ. ഇതെല്ലാം ഡെയിലി യൂസ് വേർഡ്സ് ആണ് കേട്ടോ. പക്ഷേ നമുക്ക് അവരുടെ മീനിങ്ങിന് ചെറിയ കൺഫ്യൂഷൻ കാണും. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ഒന്നാമത്തെ വേർഡാണ് അറ്റ് വൺസ്. അറ്റ് വൺസ് എന്ന് പറഞ്ഞാൽ എന്താ? ഉടനെ, അപ്പം തന്നെ എന്നൊക്കെയുള്ള മീനിങ്ങിലാണ് അറ്റ് വൺസ് പറയുന്നത്. ഹി വാസ് ടേക്കൺ ടു ദ ഹോസ്പിറ്റൽ അറ്റ് വൺസ്. എന്താ, എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് ഉണ്ടായെന്ന് വിചാരിക്കുക, അയാൾ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹി വാസ് ടേക്കൺ ടു ദ ഹോസ്പിറ്റൽ അറ്റ് വൺസ്. ഓക്കെ, രണ്ടാമത്തെ നമ്മുടെ വേർഡാണ് എനി ഹൗ. എനി ഹൗ എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും എന്നാണ് അർത്ഥം. എനി ഹൗ, എങ്ങനെയെങ്കിലും. ഐ വിൽ റീച്ച് ദെയർ എനി ഹൗ. ഞാൻ എങ്ങനെയെങ്കിലും അവിടെ എത്തിയേക്കാം. അടുത്ത വേർഡാണ് ദോ. ദോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്കിലും, എന്നാലും എന്നൊക്കെയുള്ള പല മീനിങ് ഉണ്ട്. ഈവൻ ദോ എന്നുള്ള വേർഡൊക്കെ ഈ ദോ എന്ന് തന്നെയാണ് വരുന്നത്. ഓക്കെ, ഈവൻ ദോ ഹി വാസൻ പ്രസൻറ്റ്, ഹി അണ്ടർസ്റ്റുഡ് എവറിത്തിങ് ദാറ്റ് വാസ് ടോൺ ഇൻ ദ ക്ലാസ്, വിച്ച് ഡസൻ മേക്ക് സെൻസ്. അയാൾ ക്ലാസ്സിൽ ഇല്ലായിരുന്നല്ലോ. ബട്ട് സ്റ്റിൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവൻ ക്ലാസ്സിൽ ഇല്ലായിരുന്നെങ്കിലും, ആ എങ്കിലുമാണ് നമ്മളിവിടെ ഉദ്ദേശിച്ചേക്കുന്നത്. ഐ വിൽ ബി ദെയർ ദോ. എനിക്ക് സമയമില്ല, എന്നാലും ഞാനവിടെ കാണും. ഐ ഡോണ്ട് ഹാവ് മച്ച് ടൈം ബട്ട് ഐ വിൽ ബി ദെയർ ദോ. ഞാൻ അവിടെ വന്നേക്കാം എങ്കിലും ഞാൻ വന്നേക്കാം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ദോ ഉപയോഗിക്കുന്നത്. ആ സെൻറ്റൻസ് നമ്മൾ ദോ എൻഡിലായിട്ടത്. ഓക്കെ, അപ്പോൾ ദോ മനസ്സിലായില്ലേ. ഇനി അടുത്തത് അതർവൈസ്. അതർവൈസ് എന്ന് വെച്ചാൽ അല്ലെങ്കിൽ എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ യു ഷുഡ് കോൾ മീ അതർവൈസ് ഐ വുഡൻറ്റ് വേക്ക് അപ്പ്. നീ എന്നെ വിളിച്ചേക്കണം, അല്ലെങ്കിൽ ഞാൻ എണീക്കുമെന്ന് തോന്നുന്നില്ല. ഓക്കെ, ആ വേർഡാണ് ഇവിടെ അതർവൈസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് റെയർലി. റെയർലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിരളമായിട്ട് എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ഐ ഗോ ടു ബെഡ് ലേറ്റ് അറ്റ് നൈറ്റ് വെരി റെയർലി. ഞാൻ കിടക്കാൻ ലേറ്റായിട്ട് കിടക്കുന്നതെന്ന് പറയുന്നത് ഇസ് സംതിങ് ദാറ്റ് ഹാപ്പൻസ് റെയർലി എന്നുള്ള മീനിങ് ആണ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ വിരളമായി എന്നുള്ളതാണ് റെയർലി എന്ന വാക്കിൻ്റെ അർത്ഥം. ഓക്കെ, എനിബഡി. എനിബഡി എന്ന് വെച്ചാൽ ആരെങ്കിലും. ഇതിനെ എനി ബോഡി അങ്ങനെയൊക്കെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യാറുണ്ടല്ലോ, കാരണം സ്പെല്ലിങ് വെച്ചിട്ട് എനിബഡി എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, എനിബഡി എന്ന് വെച്ചാൽ എന്താ? ആരെങ്കിലും. എനിബഡി ഹിയർ ഹു ഹാസ് എ പെൻ. ഇവിടെ ആർക്കെങ്കിലും ഒരു പേന ഉണ്ടോ എന്നുള്ള പോലെ. ഓക്കെ, നൗ ഡേയ്സ്. നൗ ഡേയ്സ് എന്നുള്ളത് പലരും എഴുതുമ്പോഴത്തേക്കും നൗ എഴുതും, പിന്നെ എന്താ സ്പേസ് എ, പിന്നെ സ്പേസ് ഡേയ്സ്, അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. നൗ ഡേയ്സ് ഇസ് എ സിംഗിൾ വേർഡ്. അപ്പോൾ നമുക്ക് നൗ ഡേയ്സിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇക്കാലത്ത്. നൗ ഡേയ്സ് ഇൻ്റർനെറ്റ് ഇസ് യൂസ്ഡ് എ ലോട്ട്. ഈ കാലത്ത് നമ്മൾ ഇൻ്റർനെറ്റ് ഒത്തിരി യൂസ് ചെയ്യാറുണ്ട്. ആ ഒരു അർത്ഥമാണ് നൗ ഡേയ്സിന് വരുന്നത്. നെക്സ്റ്റ് ഇസ് ഓഫൻ. ഓഫൻ എന്താണ്? മിക്കപ്പോഴും. ഐ ഗോ ദർ ഓഫൻ. ഞാൻ മിക്കപ്പോഴും അവിടെ പോകാറുണ്ട്. ഓക്കെ, അപ്പോൾ ഓഫൻ എന്താണ്? മിക്കപ്പോഴും. അൺലെസ്. അൺലെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുവരെ എന്നൊക്കെയുള്ളൊരു മീനിങ് ആണ്. അതായത് അൺലെസ് യു കോൾ മീ ഐ വുഡൻറ്റ് കം. നീ വിളിക്കുവാണെങ്കിലേ ഞാൻ വരുള്ളൂ, നീ വിളിക്കുന്നില്ലെങ്കിൽ ഞാൻ വരില്ല. അപ്പം അങ്ങനത്തെ ഒരു മീനിങ് ആണ് നമ്മുടെ. അതിന് ഒരു ഒറ്റ വാക്ക് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുവരെയെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. നീ വിളിക്കുന്നവരെ ഞാൻ വരത്തില്ല, അങ്ങനെയൊക്കെ നമ്മൾ പറയത്തില്ലേ. ഐ വുഡൻറ്റ് ബി ദെയർ അൺലെസ് യു കോൾ മീ. ഓക്കെ, അതാണ് അൺലെസ് എന്ന് പറയുന്നത്. അപ്പം നമ്മളിന്ന് ഒരു ഫ്യൂ വേർഡ്സ് പഠിച്ചു. ഐ ഹോപ്പ് ദിസ് ഇസ് ഗോയിങ് ടു ഹെൽപ്പ് യു. ഇതിൽ കുറച്ച് വേർഡ്സെങ്കിലും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ലായിരിക്കും. സോ ലേൺ ദോസ് വേർഡ്സ് ആൻഡ് ട്രൈ ടു യൂസ് ദം ഇൻ ദ അപ്കമിങ് ക്ലാസ്സസ്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നുന്ന നിങ്ങളുടെ ക്ലോസ് സർക്കിളിലുള്ളവർക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുക കേട്ടോ. ഓൾസോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ ഇംഗ്ലീഷിനെ പറ്റി എത്ര സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നതുകൊണ്ടും ഇംഗ്ലീഷ് പഠിക്കണം എന്ന് വിചാരിക്കുന്നതുകൊണ്ടും ആണല്ലോ. സോ ഐ വോണ്ട് ടു ലെറ്റ് യു നോ ദാറ്റ് വി ഹാവ് എ കോഴ്സ് ഫോർ സ്പോക്കൺ ഇംഗ്ലീഷ്. അപ്പം നിങ്ങൾക്ക് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കൗൺസിലറിനെ ആയിരിക്കും കോൺടാക്ട് ചെയ്യുന്നത്. കൗൺസിലർ നിങ്ങൾക്ക് കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും തരും. നിങ്ങൾക്കൊരു ലെവൽ ടെസ്റ്റ് എടുക്കും. നിങ്ങളിപ്പം എത്രത്തോളം ഇംഗ്ലീഷിൽ പ്രൊഫഷ്യൻ്റ് ആണെന്നുള്ളത് കാണിച്ചു തരും. എന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്ന കോഴ്സ് പറഞ്ഞു തരും. അതിൻ്റെ ഫീസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരും. എന്നിട്ട് നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു കോഴ്സാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യം തോന്നുകയാണെങ്കിൽ മാത്രം you can join our family. So until we see again next time, this is Aksa Abraham signing off. Thank you. English Mithra. Stop worrying, start learning.